ഇത് കർണാടകയിലെ ഗുണ്ടൽപേട്ട. കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും മലബാർ മേഖലയിലേക്ക് കാര്യമായി പച്ചക്കറികൾ എത്തുന്നത് ഇവിടെ നിന്നുമാണ്. തുള്ളിനന മാതൃകയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം പൈപ്പുകൾ വഴിയാണ് ചെടികളിലേക്ക് കീടനാശിനിയും രാസവളവും എല്ലാം എത്തിക്കുന്നത്. അത് കീടനാശക ഇല്ലാതെ കൃഷി ഉണ്ടാവില്ല, ഇപ്പോൾ ഉണ്ടാവില്ല. കീടനാശക വേണം, എങ്കിലും അങ്ങനെ ഇത് തൈരിക്കുകയില്ല. ഇത് വയനാട് കർണാടക അതിർത്തിയാണ്. ഇവിടെ നിന്നും എനിക്ക് പിറകിലായി കാണുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും എക്സൈസിൻ്റെയും അതിനുശേഷം വനംവകുപ്പിൻ്റെയും വാണിജ്യ നികുതി വകുപ്പിൻ്റെയും ചെക്ക് പോസ്റ്റുകളാണ്. സംസ്ഥാന അതിർത്തികളിൽ നടക്കുന്നത് അതത് വകുപ്പുകളുടെ സ്വാഭാവികമായ പരിശോധനകൾ മാത്രമാണ്. വിഷലിപ്ത പച്ചക്കറികൾ കേരളത്തിലേക്ക് എത്തുന്നത് തടയാനുള്ള ഒരു സംവിധാനങ്ങളും എവിടെയും ഒരുക്കിയിട്ടില്ല. ഫലത്തിൽ ടൺ കണക്കിന് പച്ചക്കറികളാണ് കേരളത്തിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണക്കാലമാവുമ്പോഴേക്കും ഇതിൻ്റെ വരവ് ഇരട്ടിയിൽ അധികമാകും. ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.